ജയരാജന്റെ കഥ ഇനി പറയണം. ഞാൻ തുടങ്ങിയപ്പം മുതൽ ഈ രാജ്യത്തൊരു കാരിക്കച്ചറാ ജയരാജൻ. ഞാൻ ഈ മന്ത്രിയായപ്പോ ഞാൻ പത്രക്കാരോട് ഒരിടത്ത് വെച്ച് ഞാൻ പറഞ്ഞെടുത്തു, ഒരു കാരണവശാലും ജയരാജൻ 5 വർഷം തികക്കില്ല. അപ്പൊ എന്നോട് പത്രക്കാരൻ ചോദിച്ചു എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു വായ തുറന്നാൽ വിവരക്കിടയിൽ പറയൂ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ജയരാജൻ 5 കൊല്ലം ഭരിക്കും. ഈ സംഭവം ഉണ്ടായപ്പോ എന്നെ വിളിച്ചു തിരുവനന്തപുരത്ത് നിന്ന് കക്ഷി, നിങ്ങളുടെ നാവ് കരുതാപാടല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്റെ നാവ് കരുതാപായതുകൊണ്ടല്ല, ജയരാജൻ എനിക്ക് അറിയാമെന്നതുകൊണ്ടാ. മന്ത്രിയായപ്പോൾ നടത്തി എന്തെല്ലാം വിവരക്കട വളർത്തിയത്. ഇവിടെ സെൽഫിയെ കുറിച്ച് കൂടി ഒരു ക്ലാസ് എടുത്തു, ദേശീയത്തിനുള്ള ക്ലാസ്. ചെറുപ്പക്കാർ, നിങ്ങൾ ഗവേഷണം നടത്തുന്നവരാ, നിങ്ങൾ ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്നവരാ. പ്രപഞ്ച രഹസ്യമറിയാൻ നിങ്ങൾ നടത്തുന്ന ഓരോ ഗവേഷണങ്ങളും അച്ചടിയുടെ അകലം കുറക്കാൻ ഉപകരിക്കും. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ അച്ചടിയുടെ അറിവുകൾ പരിമിതപ്പെടുത്തുന്ന ഒരു പുതിയ സംരംഭമാണ് സെൽഫി എന്നാണ്. അദ്ദേഹത്തിന്റെ അപാരമായ പാണ്ഡിത്യമാണ് ശാസ്ത്രത്തിലൊക്കെ. ഈ ശാസ്ത്രത്തിലെ പാണ്ഡിത്യമൊക്കെ ഒന്ന് രാജ്യത്ത് വിളമ്പിയാൽ എന്താ രാജ്യത്തുണ്ടായ? മുഹമ്മദ് അലി മരിച്ചു, ഒരു നിമിഷം ആലോചിക്കാതെ പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അമേരിക്കയിൽ വെച്ച് മുഹമ്മദ് അലി മരിച്ച വാർത്ത. കേരളത്തിന് തീരാത്ത നഷ്ടമാണ്. ഗോൾഡ് മെഡൽ നേടി കേരളത്തിന്റെ മഹത്വം ലോകമെമ്പാടും ഉയർത്താൻ സഹായിച്ച അദ്ദേഹത്തിന്റെ മരണം ദുഃഖകരമാണ്. ചാനലൊക്കെ തന്നെ നിർത്തിയത് അറിയാണ്ട് പുള്ളി പിന്നെയും പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനന്തരാവകാശിക്കുന്നെങ്കിൽ ജോലി നൽകും. ബോഡിയൊപ്പം കൊണ്ടുവരണോ എന്ന് ഇന്ന് വേണ്ട തീരുമാനിക്കും. ഞങ്ങൾ സ്പെഷ്യലായി ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ അമേരിക്കയിലേക്ക് അയക്കും. പക്ഷെ അതൊന്നും ചാനലിൽ വന്നിട്ടില്ല, ചാനൽ ഓഫാക്കിയതിലിടക്ക് പുള്ളി ഇങ്ങനെ പറയാൻ. അങ്ങനെ ഈ രാജ്യത്ത് വിവരക്കേടും വിഡിത്തവും വിളമ്പി നടക്കുന്ന ഒരു മന്ത്രി ഈ കേരളത്തിനൊരു അപമാനമല്ലേ? ആ മന്ത്രിസഭയ്ക്ക് കണ്ടുകൊള്ളുന്നതിന് പകരം വെക്കാവുന്നതാ. എന്തിനാ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടാന്ന് അറിയുന്നില്ല. ഞാനിപ്പോഴും അദ്ദേഹം പുറത്തു പോകണമെന്ന് പറയുന്ന ആളല്ല. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കണമായിരുന്നു. ഇന്ന് ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങളെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കാത്ത വിധം വിവരക്കേടിന്റെ ആ ബാണ്ഡവും പോയി നടക്കുന്ന ഒരു വിദൂഷകനായ മന്ത്രിയായി ആ മന്ത്രിസഭയ്ക്ക് ജയരാജൻ വേണമെന്നായിരുന്നു അദ്ദേഹം ഞാൻ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ഇറങ്ങുമ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു, എന്റെ തല കണ്ടില്ലേ, ഉണ്ടയാണ് ഈ കാലത്ത് അതറിയില്ലേ? ഇതിന്റെ അകത്ത് ഉണ്ട പേറിയാ ഞാൻ ഈ കാലം അത്രയും ജീവിച്ചത്. എന്നാ ഉണ്ട വെക്കുന്ന ഒരു പരിധിയില്ലേ? ഇത് എത്ര കാലമായി ഞാൻ ഈ വെടിവെക്കുന്നു? എന്നെ ഇന്ന് ഓൺലൈൻ പത്രക്കാരൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ വിഷയം തന്നെ കൊണ്ടിടക്ക് എത്രയോ വർഷമായി ഞാൻ എത്രയോ തവണ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. സുധാകരൻ വെടിവെച്ചു, സുധാകരന്റെ ഗുണ്ടകൾ വെടിവെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എടാ വെടിയുണ്ടെങ്കിൽ ഇവിടെ തലക്കകത്തുണ്ടാവില്ലേ? തലക്കകത്ത് ഉണ്ടെന്നല്ല ഇവർ പറയുന്നത്. ആ ഉണ്ടിയെടുത്തില്ല ഇവർ നടക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ അന്ന് പത്രസഭ പറഞ്ഞു, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ നമുക്ക് ഹാജരാവാം. തന്റെ തലയോ തന്റെ ശരീരമോ തന്റെ കാലോ കയ്യോ ഒക്കെ പരിശോധിക്കാം. ഉണ്ട വേണ്ടടോ? ഒരു ചെറിയ ഉണ്ടേന്റെ താരും തരിമ്പും ഉണ്ടെങ്കിൽ ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കാം. എന്റെ ജീവിതം ജയരാജന്റെ ഒരു ആശ്രിതനായി സിദ്ധകാരൻ ഞാൻ ജീവിക്കാം. അത് ഇന്ന് ലോകമെമ്പാടും ആ വാർത്ത ഇന്ന്